നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതോടുകൂടി പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ സജീവമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ ആര് എന്നൊക്കെ സ്വയം പ്രഖ്യാപനം വരെയും നടന്നിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ മണ്ഡലം അങ്ങ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് തുടക്കം കുറിച്ചത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ്. തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുകയാണ്, തൃശ്ശൂർ എൻ്റെ കൂടെ വന്നു എന്നൊക്കെ കുറേ കാലം മുമ്പേ പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ അത് കോൺഗ്രസ്സുകാരിലേക്കും ആ രോഗം ബാധിച്ചിരിക്കുകയാണ്. ഇതാ ടി.എൻ. പ്രതാപനും തൃശ്ശൂർ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. പ്രതാപത്തോടങ്ങ് എടുക്കുകയാണ് എന്ന്. ഇപ്പോൾ പാലക്കാട് വി.കെ. ശ്രീകണ്ഠനും അങ്ങ് പാലക്കാട് എടുത്തു കഴിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ചുവരെഴുത്തുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വി.കെ. ശ്രീകണ്ഠൻ പാലക്കാട് എടുത്തിരിക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ ശ്രീകണ്ഠനോടൊപ്പം പാലക്കാട് പോകുന്നു എന്ന്. അപ്പോൾ കുറച്ചെങ്കിലും ഭാഗം അവിടെ നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും CPM ഏറ്റവും അധികം ഉന്നം വയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. അവർക്ക് അല്പം പ്രതീക്ഷയൊക്കെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ BJPക്ക് അല്പം മുന്നേറ്റമുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവർ അവിടെ സജീവമായിട്ട് ഓരോ തവണ കഴിയുന്തോറും വോട്ടിംഗ് നിലവാരം വർദ്ധിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും വി.കെ. ശ്രീകണ്ഠൻ എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് മറ്റ് രണ്ടുപേരും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. പേരിനൊപ്പം കൈപ്പത്തി ചിഹ്നവും ചേർത്താണ് ഒലവക്കോട് റെയിൽവേ കോളനിയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ശ്രീകണ്ഠൻ എപ്പോഴും റെയിൽവേ കോളനിയിൽ റെയിൽവേയും ട്രെയിനും ഒക്കെയാണല്ലോ കയറി പിടിക്കുക. പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ശ്രീകണ്ഠന് വേണ്ടി പ്രചാരണം ആരംഭിച്ചത്. സ്ഥാനാർത്ഥി വി.കെ. ശ്രീകണ്ഠനാണെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് പുതുപ്പരിയാരം മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വി.കെ. ശ്രീകണ്ഠൻ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പല യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുണ്ട്. ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചുവരെഴുത്ത് നടത്തിയത് എന്നാണ് പറയുന്നത്. എന്നാൽ തൻ്റെ അറിവോടെയല്ല ചുവരെഴുത്തെന്നാണ് ശ്രീകണ്ഠൻ പറയുന്നത്. മുൻപ് ടി.എൻ. പ്രതാപന് വേണ്ടി തൃശ്ശൂരിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ചുവരെഴുത്ത് മായ്ക്കുകയും ചെയ്തു. പിന്നെയും ചുവരെഴുത്ത് വന്നു. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചുവരെഴുത്ത് നടത്തിയാൽ നടപടിയെടുക്കുമെന്നാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ്സിലെ കാര്യങ്ങളൊക്കെ ഇനിയും ഒന്നുകൂടെ അങ്ങ് മറിയുമെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് തരൂർ ചുവരെഴുതിയില്ലെന്നേ ഉള്ളൂ, തരൂർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഈ പലയിടങ്ങളും കയറി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അരമനയും അമ്പലവും എല്ലായിടവും അദ്ദേഹം കയറി ഇറങ്ങി തിരുവനന്തപുരത്ത് തന്നെ സജീവമായിട്ട് നിൽക്കുകയാണ്. ശശി തരൂരിനെ തിരുവനന്തപുരത്ത് കിട്ടാനില്ല എന്നൊക്കെ പരാതി പറയുന്നവർ കഴിഞ്ഞ കുറേ നാളായിട്ട് രാവിലെ കണി കണ്ടുണരുന്നത് ശശി തരൂരിനെയാണ്. ആ ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് ആരെക്കൊണ്ടും ഇവിടെ ചുവരെഴുത്തൊന്നും നടത്തിച്ചിട്ടില്ല. അത് ഔദ്യോഗികമായി പാർട്ടി തന്നെ പറയട്ടെ. തിരുവനന്തപുരം എന്തായാലും തരൂരിനെ കൊടുക്കുകയുള്ളൂ. തരൂരിന് കോൺഗ്രസ് പാർട്ടി അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുന്ന പോലെയാണ് തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും ഓരോ മണ്ഡലം 20 മണ്ഡലവും ഓരോരുത്തരങ്ങ് എടുത്തിരിക്കുകയാണ്.